ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുതിയ വഴിത്തിരിവിലേക്ക്. കേസിൽ ആരോപണ വിധേയനായ കരാറുകാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള പ്രമുഖ നടൻ ജയറാമിന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം ഉടൻ രേഖപ്പെടുത്തും. സ്വർണം പൂശിയ ചെമ്പുപാളികൾ ശബരിമലയിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ചെന്നൈയിൽ വെച്ച് പോറ്റി സംഘടിപ്പിച്ച രഹസ്യ ചടങ്ങുകളിൽ ജയറാമിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന നിർണായക വിവരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. നടൻ ജയറാമിനെ സാക്ഷി എന്ന നിലയിലാകും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുക. അദ്ദേഹത്തിന്റെ സൗകര്യം പരിഗണിച്ച് മൊഴിയെടുക്കുന്ന തീയതി ഉടൻ നിശ്ചയിക്കും. സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യ ആരോപണങ്ങളിലൊന്ന് ശബരിമലയിലെ ശ്രീകോവിൽ വാതിലിന്റെ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ സ്വർണം പൂശിയ പാളികൾ നിയമവിരുദ്ധമായി പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ദുരുപയോഗം ചെയ്തു എന്നതാണ്. കരാർ പൂർത്തിയാക്കി ശബരിമലയിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതിനിടയിൽ പോറ്റി ഈ പാളികളുടെ പ്രദർശനം പലയിടത്തും സംഘടിപ്പിക്കുകയും പണം പിരിക്കുകയും ചെയ്തതായി ആരോപണം ഉയർന്നിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് 2019 ചെന്നൈ അമ്പത്തൂരിലെ ഫാക്ടറിയിൽ വെച്ച് നടന്നത്. ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിൽ കട്ടിള എന്ന പേരിൽ സ്വർണ്ണപ്പാളികൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പ്രത്യേക പൂജയും ചടങ്ങും സംഘടിപ്പിച്ചിരുന്നു. ഈ ചടങ്ങിലേക്കാണ് നടൻ ജയറാമിനെയും പ്രമുഖ ഗായകൻ വീരമണി രാജുവിനെയും ക്ഷണിച്ചത്. ഇരുവരും ചേർന്ന് പാളികൾക്ക് പൂജ നടത്തുകയും ആരതി ഒഴിയുകയും ചെയ്തു. പൂജയിൽ താൻ പങ്കെടുത്തത് ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ ലഭിച്ച മഹാഭാഗ്യമായിട്ടാണ് ജയറാം നേരത്തെ വിശേഷിപ്പിച്ചത്. ചടങ്ങിൽ ഗായകൻ വീരമണി രാജുവിനെ വിളിച്ചത് താനായിരുന്നുവെന്നാണ് ജയറാം വ്യക്തമാക്കിയിട്ടുള്ളത്. വീരമണി രാജു അയ്യപ്പ ഭക്തഗാനങ്ങൾ ആലപിച്ചു. ജയറാം പൂജയിൽ പങ്കെടുത്തു. വീരമണി രാജുവിന്റെ മൊഴിയും അന്വേഷണത്തിന്റെ ഭാഗമായി രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. ചെന്നൈ അമ്പത്തൂരിലെ പൂജയ്ക്ക് ശേഷം സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ജയറാമിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് പ്രത്യേക പൂജകൾ നടത്തുകയും ചെയ്തു എന്ന സൂചനകളാണ് മൊഴിയെടുക്കുന്നതിന് പ്രധാന കാരണം. വിവാദം ഉണ്ടായപ്പോൾ തന്നെ ജയറാം ഈ വിഷയത്തിൽ വിശദീകരണം നൽകിയിരുന്നു. ശബരിമലയിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ വെച്ചൊരു പൂജയുണ്ടെന്ന് അറിയിച്ചപ്പോൾ ഒരു അയ്യപ്പ ഭക്തനെന്ന നിലയിൽ അതൊരു മഹാഭാഗ്യമായി കരുതി ഞാൻ എത്തുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ കട്ടിളപ്പടി തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നുവെന്ന ചോദ്യത്തിന് അങ്ങനെയുള്ള ഭാഗ്യം ആരെങ്കിലും വേണ്ടെന്ന് വെക്കുമോ എന്നും അദ്ദേഹം മറുപടി നൽകിയിരുന്നു. തന്റെ വീട്ടിൽ കട്ടിളപ്പടിയുടെ എല്ലാ ഭാഗങ്ങളും ഇറക്കിയില്ലെന്നും ഏതാനും ഭാഗങ്ങൾ മാത്രം പൂജാമുറിയിൽ വെച്ച് ആരതി ഒഴിഞ്ഞ ശേഷം നേരെ ശബരിമലയിലേക്ക് കൊണ്ടുപോയെന്നാണ് തന്നോട് പറഞ്ഞതെന്നും ജയറാം വെളിപ്പെടുത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ പക്കൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്നും താൻ ദക്ഷിണയൊന്നും നൽകിയിട്ടില്ലെന്നും ജയറാം ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ പാളികൾ പ്രദർശിപ്പിച്ചതിലൂടെ പോറ്റി അനധികൃതമായി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയോ എന്നതിലാണ് അന്വേഷണ സംഘം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സ്വർണ്ണപ്പാളികൾ നിർമ്മാണശേഷം തിരികെ കൊണ്ടുപോകുന്നതിനിടെ പലയിടത്തും വെച്ച് പ്രദർശനം നടത്തി വരുമാനമുണ്ടാക്കിയെന്ന ആരോപണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ നിലനിൽക്കുന്നത്. ശബരിമലയുടെ പേരുപയോഗിച്ച് ഭക്തരിൽ നിന്ന് പണം പിരിക്കുകയും ആ പണം മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത കേസിൽ പോറ്റിയുടെ ഈ സാമ്പത്തിക ക്രമക്കേടുകൾ പത്മകുമാർ ഒത്താശ ചെയ്തോ എന്നും അന്വേഷിക്കുന്നുണ്ട്. പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം കേസിൽ അടുത്തതായി മൊഴിയെടുക്കുന്ന പ്രമുഖ വ്യക്തി നടൻ ജയറാമാണ്. അദ്ദേഹത്തിന്റെ മൊഴി സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെ സാമ്പത്തിക ഇടപാടുകളെയും കരാറുകാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രവർത്തനങ്ങളുടെ വ്യാപ്തിയും നിർണ്ണയിക്കുന്നതിൽ നിർണായകമായേക്കും. ഒരു പ്രമുഖ പൊതുവ്യക്തി എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിനുണ്ടായിരുന്ന ബന്ധം, പൂജകളിലെ പങ്കാളിത്തം എന്നിവ കേസിനെ കൂടുതൽ പ്രമുഖരിലേക്ക് എത്തിക്കുമോ എന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്.